ഹായ് ആർട്ട്ലെസ് വേണ്ടി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ടർ കളർ ടെക്നിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓൾമോസ്റ്റ് 7 months ബാക്ക് ഞാൻ നിർത്തിയപ്പോൾ കുറേ എക്സസൈസുകളൊക്കെ തന്നിട്ടാണ് നിർത്തിയത്. അപ്പം നിങ്ങളെല്ലാവരും എക്സസൈസൊക്കെ ചെയ്ത് ബ്രഷൊക്കെ പിടിക്കാൻ അടിപൊളിയായി സെറ്റായി റെഡി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ടെക്നിക്സ് വാട്ടർ കളർ പെയിൻറ്റിങ്. അത് ഓൾമോസ്റ്റ് ഒരു 5 to 7 ഉണ്ട്. ഈ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ പെയിൻറ്റിങ്സ് ചെയ്യുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഓരോന്നിനും ഓരോ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ ഒരു പെയിൻറ്റിങ് എടുത്ത് ചെയ്യുമ്പോൾ അതിനകത്ത് പല ടെക്നിക്സ് വരും. അപ്പം അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടെക്നിക്സ് എന്ന് പറഞ്ഞു തരാനുള്ള വീഡിയോ ആണിത്. വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അപ്പം ഈ ചാനലിലേക്ക് പുതിയ വിസിറ്റേഴ്സ് ആരെങ്കിലുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ദാറ്റ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഞങ്ങളിപ്പോൾ ഏതൊരു ലെവലിലാണ് എത്തി നിൽക്കുന്നതെന്ന്. അപ്പം നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് വാഷാണ്. സോളിഡ് വാഷ് എന്ന് പറയുമ്പം കംപ്ലീറ്റ് യൂണിഫോം ആയിട്ട് ഒരേ കളറിനെ കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നതിനാണ് സോളിഡ് വാഷ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഫ്ലാറ്റ് ബ്രഷാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് ബാക്ക്ഗ്രൗണ്ട്സ് ചെയ്യാൻ, സ്കൈ ചെയ്യാൻ, സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോളിഡ് വാഷ് ചെയ്യുന്നത്. സോളിഡ് വാഷ് ചെയ്യുമ്പം വെറ്റ് ഓൺ വെറ്റ്, അതായത് നനഞ്ഞ പേപ്പറും നനഞ്ഞ പെയിൻറ്റ് ബ്രഷും അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഇഫക്റ്റീവ്. അടുത്തത് ഗ്രേഡിയൻറ്റ് വാഷ്. ഗ്രേഡിയൻറ്റ് വാഷ് എന്ന് പറയുമ്പം സോളിഡ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിഫോം ആയിട്ട് ത്രൂ ഔട്ട് ഒരു കളർ അടിക്കുന്നത്. ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഗ്രേഡിയൻ്റ് ആയിട്ട്, അതായത് ഡാർക്ക് ടു ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ടു ഡാർക്ക്. അപ്പോൾ ഡാർക്ക് ടു ലൈറ്റ് എന്ന് പറയുമ്പം നമ്മൾ പിഗ്മെൻറ്റ്സ് കുറച്ചിട്ട് അതിൽ കൂടുതൽ വെള്ളം കൂട്ടി എടുത്തിട്ട് ലൈറ്റാക്കി കൊണ്ടുവരുമ്പം നമുക്ക് ഗ്രേഡിയൻറ്റ് വാഷ് കിട്ടും. ഇതും ഓൾമോസ്റ്റ് സോളിഡ് വാഷ് പോലെ തന്നെ യൂസ് ഒന്നാണ്. ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനും അങ്ങനെ നമുക്ക് ഓരോ സ്മൂത്ത് ഇഫക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. അടുത്തത് വെറ്റ് ഓൺ വെറ്റ്. നേരത്തെ പറഞ്ഞു സോളിഡ് വാഷൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് വെറ്റ് ഓൺ വെറ്റ് മെത്തേഡാണെന്ന്. അപ്പോൾ വെറ്റ് ഓൺ വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേപ്പർ വെള്ളം കൊണ്ട് നനയ്ക്കും. വെച്ചാൽ പൂൾ ചെയ്യരുത്, ഒരുപാട് വെള്ളം കോരി വയ്ക്കുന്നു ചെയ്യരുത്. ജസ്റ്റ് പേപ്പർ ഒന്ന് വെള്ളം നനയ്ക്കും. നിങ്ങൾക്ക് വീഡിയോ കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് പെയിൻറ്റിലും കുറച്ച് വെള്ളമാക്കിയിട്ടുള്ള പെയിൻറ്റ് ബ്രഷ് ഇതുകൊണ്ടാണ് നമ്മൾ പെയിൻറ്റ് ഡീറ്റെയിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഈ വെള്ളവും പെയിൻറ്റ് പിഗ്മെൻറ്റ്സും രണ്ടും കൂടിയും നല്ലോണം ബ്ലെൻഡായിട്ട് നല്ല സ്മൂത്ത് ടെക്സ്ചറുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. അപ്പം സ്കൈ ചെയ്യാൻ, ചെറിയ ഡീറ്റെയിലിങ്ങിനൊക്കെ ഇത് ശരിക്കും നല്ല എഫക്റ്റീവാണ്. പല കളറുകളൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഗ്ലേസിങ് എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു ചിത്രം 2D 3D ഒക്കെ ചെയ്ത് ആ ചിത്രത്തിന് നമ്മൾ ഭയങ്കര ഡെപ്ത് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡാണ് ഗ്ലേസിങ്. അതായത് ഒരു ലെയർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിന് ഉണങ്ങാൻ വെക്കും. അത് ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അടുത്ത ലെയറും ബാക്കി ഡീറ്റെയിൽസും ചെയ്യുന്നത്. അപ്പം ഒരു ഇതിനകത്ത് നമ്മൾ പല ഷെയ്ഡുകളും പലതും കൊടുക്കുമ്പോൾ ആ പെർട്ടിക്കുലർ ചിത്രത്തിൻ്റെ ഡെപ്ത് കൂടി വരും. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പല ബ്രഷ് യൂസ് ചെയ്യാം. ഇന്ന ബ്രഷ് എന്നൊന്നുമില്ല, ഏത് ബ്രഷും യൂസ് ചെയ്യാം. ഇനി വെറ്റ് ഓൺ ഡ്രൈ. പേര് പറയുന്ന പോലെ തന്നെ ഡ്രൈ ആയ പേപ്പറും വെറ്റായ പെയിൻറ്റ് ബ്രഷും, അതായത് പെയിൻറ്റ് പിഗ്മെൻറ്റിൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യും. ഇത് മോസ്റ്റ്ലി ഡീറ്റെയിലിങ്ങിനാണ് നല്ലത്. പിന്നെ ആക്രിലിക് ഓയിൽ പെയിൻറ്റ് മെത്തേഡാണ്. വാട്ടർ കളറിന് പൊതുവേ ഇത് യൂസ് ചെയ്യാറില്ല. അടുത്തത് ഡ്രൈ ഓൺ വെറ്റ്. അപ്പോൾ ഡ്രൈ ഓൺ വെറ്റ് എന്ന് പറയുമ്പം നമ്മൾ പേപ്പറിനെ ആദ്യം ജസ്റ്റ് നനയ്ക്കും. പേപ്പറിനെ നനച്ചിട്ട് പെയിൻറ്റ് പിഗ്മെൻറ്റിൽ അധികം വെള്ളം ഇല്ലാത്ത പെയിൻറ്റ് പിഗ്മെൻ്റ് എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെയ്യും. അപ്പോൾ ഓൾറെഡി പേപ്പറിൽ വെള്ളം ഉള്ളതിനെ കൊണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൻ്റെ കൂടെ പെയിൻറ്റ് നീങ്ങും. പക്ഷെ എന്നാലും പിഗ്മെൻറ്റ് നല്ല തിക്കായതിനെ കൊണ്ട് അത് ഏകദേശം അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം പെയിൻറ്റ് പിഗ്മെൻറ്റ് തിക്കായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്യൂബിലുള്ള കിട്ടുന്ന പെയിൻറ്റ്സ് വാങ്ങണം. എന്നാലേ നമുക്ക് ഡയറക്റ്റ് വെള്ളം ഭയങ്കര കുറച്ചിട്ട് പെയിൻറ്റ് പക്ഷേ പേസ്റ്റ് പോലെ പിഗ്മെൻറ്റ് കറക്റ്റ് കോൺസെൻട്രേറ്റ് കിട്ടും. ഇപ്പോൾ ഡ്യുവൽ കളേഴ്സ് എന്ന് പറയുമ്പം
രണ്ട് കളറിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിനാണ് ഡ്യുവൽ കളേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതായത് ഒരു ചിത്രത്തിൽ നമ്മൾ സൺസെറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ടോപ്പിലൊരു ഭയങ്കര റെഡ് വന്ന് താഴോട്ടൊരു യെല്ലോ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് രണ്ട് കളറ് മേർജ് ചെയ്യണം. അപ്പോൾ അങ്ങനെ രണ്ട് കളറിനെ മേർജ് ചെയ്യുന്നതാണ് പറയുന്നത് ഡ്യുവൽ കളേഴ്സ് എന്ന്. ഓൾമോസ്റ്റ് ഗ്രേഡിയൻ വാഷ് പോലെ തന്നെ, പക്ഷേ ഇത് ഇവിടെ ബ്ലെൻഡിങ് ഓഫ് കളേഴ്സാണ് നടക്കുന്നത്. ഈ മെത്തേഡിനൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഏത് ബ്രഷ് വേണം യൂസ് ചെയ്യാം. പക്ഷേ ഇത് വാഷിന് മോർ ലൈക്ക് അതിനെക്കൊണ്ട് ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല.